സൂറത്തുൽ കഹ്ഫ് ഖുലിൽ ഹഖു മിർ റബ്ബിക്കും. അല്ലാഹു പറയാൻ നബിയെ പറയണം. എന്താ പറയേണ്ടത്? അൽ ഹഖു മിർ റബ്ബിക്കും, സത്യം എന്നത് നിന്റെ റബ്ബിൽ നിന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്നാണ് സത്യം. ഹഖ് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഒന്നും മതപരമായി ഹക്കാവുകയില്ല. വേറെ കാര്യങ്ങൾ സത്യം പറയാം, ഭൗതികമായ സത്യങ്ങൾ ഉണ്ടാവും. മതപരമായി ശർഈയായി അല്ലെങ്കിൽ വിശ്വാസവുമായി ആചാരവുമായി അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട സത്യം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ജനങ്ങളോട് നീ പറയണം. അപ്പൊ എന്താ ഈ ഹക്ക് ജനങ്ങളോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുക. ഈ കൽപ്പനയുടെ അടിസ്ഥാനത്തിലും നേരത്തെ പറഞ്ഞതുപോലെ സത്യം ജനങ്ങളോട് കൽപ്പിക്കേണ്ടതുണ്ട്. അത് നബിയുടെ ബാധ്യത മാത്രമല്ല, നബിക്ക് ശേഷം ആ നബിയുടെ അനുയായികളായി വന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. ഫസ്തഅ് ബിമാ തുമർ, ഇത് നബിയുടെ കൽപ്പനയാണ്. എന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം നീ ഉറക്കെ പറയണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായത് മുതൽ സ്വകാര്യമായി ആളുകളെ ഓരോരുത്തരെ കണ്ട് പതുക്കെ പതുക്കെയാണ് ദഅവത്ത് നടത്തിയിരുന്നത് ആദ്യഘട്ടത്തിൽ. അത് എത്ര കാലം എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും തുടക്കത്തിൽ അങ്ങനെയാണ്. പിന്നെ ഈ ആയത്തിറങ്ങി ഫസ്തഅ് ബിമാ തുമർ, എന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം നീ പ്രഖ്യാപിക്കണം. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായി പ്രബോധനം ചെയ്യാൻ തുടങ്ങി. അപ്പൊ കൽപ്പിക്കപ്പെട്ട കാര്യം നീ പാലിച്ചാൽ പോരാ, പിന്നെന്ത് ചെയ്യണം? അത് ഉറക്കെ പറയണമെന്നാണ്. ഈ കൽപ്പന നബിക്ക് മാത്രമല്ല വിശ്വാസികളായ ആളുകൾക്കൊക്കെ ബാധ്യതയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഹക്ക് അത് ഉറക്കെ പറയേണ്ടതുണ്ട്. തിന്മയാണെന്ന് മനസ്സിലാക്കിയ കാര്യം ഉറക്കെ വിലക്കേണ്ടതുണ്ട്. എവിടെയൊക്കെ പറയണമോ അവിടെയൊക്കെ പറയണം. വാപ്പ ഉമ്മ ഇവർ മക്കളോട് പറയണം. ഭർത്താവ് ഭാര്യയോട് മക്കളോടും പറയണം. ഉമ്മക്ക് മക്കളോട് പറയാൻ പറ്റും. അതുപോലെ തന്നെ കുടുംബനാഥൻ അതിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ കാരണവർ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനാണ് നാട്ടില്. ആ കാരണവർ മാമൂലുകൾ നടപ്പിലാക്കാൻ മാത്രം കാരണവറായാൽ പോരാ, മറിച്ച് കുടുംബത്തിലെ കാരണവറായി അറിയപ്പെടുന്ന ആരുണ്ടോ അത് ചിലപ്പോ അമ്മാവനാകാം, ചിലപ്പോ വല്ലിപ്പയാകാം, ചിലപ്പോ ഒരു മൂത്താപ്പയാകാം, അല്ലെങ്കിൽ തറവാട്ടിലെ ഇളയ കാരണവരാകാം. ആരായാലും ശരി, ഈ കാരണവറാകുന്ന ആളുകൾ അവർ പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ആളുകളോടൊക്കെ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യണം. ഇങ്ങനെ വീട്ടിൽ നടപ്പിലാക്കി നോക്കൂ. എങ്ങനെയാണ് നമ്മളെ കുട്ടികൾ പഴിച്ചു പോകില്ല. സഹോദരന്മാർ എങ്ങനെ പഴിച്ചു പോകും? പഴക്കാം, അത് വേറെ വിഷയം. പക്ഷെ പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് ഉറക്കെ പറയേണ്ടടുത്ത് ഉറക്കെ പറയണം, സ്വകാര്യമായി പറയേണ്ടടുത്ത് സ്വകാര്യമായി പറയണം.